നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. BSc നേഴ്സിങ്ങിൻ്റെ അഡ്മിഷൻ കേരളത്തിൽ അലോട്ട്മെൻറ്റുകൾ വെയിറ്റ് ചെയ്ത് കിട്ടാൻ സാധ്യതയുള്ളവരും കിട്ടാൻ സാധ്യതയില്ലാത്തതായിട്ടുള്ള ധാരാളം വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്കായിട്ടുള്ളൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ധാരാളം വിദ്യാർത്ഥികൾ കേരളത്തിൽ ഏതെങ്കിലും കോളേജിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടിയാൽ മതി എന്നുള്ള ആഗ്രഹത്തിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു കോളേജ് കിട്ടുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ഓപ്ഷനിൽ പഠിക്കാൻ പറ്റുന്ന മെഡിക്കൽ കോളേജിലൊരു സുവർണ്ണ അവസരമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലാണ് ഞാൻ പറയുന്നത്. കർണാടക എന്ന് പറയുന്ന നമ്മുടെ അയൽ സംസ്ഥാനത്ത് ധാരാളം മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോൾ സീറ്റ് വേക്കൻസി വന്നിട്ടുണ്ട്. അതിന് കാരണം ഈ 2024-25 ലാസ്റ്റ് ടൈമിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ കോളേജുകളിലേക്ക് സീറ്റ് എൻഹാൻസ്മെൻറ്റ് നടന്നു. 100 സീറ്റ് എന്നുള്ളത് 250 സീറ്റ് എന്നുള്ള സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ സീറ്റ് വർധനവുണ്ടായി. ആ വർധനവ് കാരണം ഇപ്പോൾ നിലവിൽ കുറേ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആദ്യം കർണാടക സ്റ്റേറ്റിൻ്റെ അവരുടെ സ്വന്തം എൻട്രൻസ് ആയിട്ടുള്ള കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് വഴി ധാരാളം വിദ്യാർത്ഥികൾ എക്സാം എഴുതി അവർക്ക് പാസ്സായി. അവരതിൻ്റെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് കോളേജ് ഓപ്ഷൻസ് എല്ലാം വെച്ച് അവർക്ക് കിട്ടുകയൊക്കെ ചെയ്തു. എന്നാലും ഒരുപാട് സീറ്റിലേക്ക് വേക്കൻസി വന്നിരിക്കുകയാണ്. അപ്പോൾ ആ വേക്കൻസീസ് ഫില്ല് ചെയ്യാനും ഇപ്പോൾ നിലവിൽ പൂജ ഹോളിഡേയ്സ് കഴിഞ്ഞ് ക്ലാസ് തുടങ്ങാൻ പോകുന്ന ഒരു ധാരാളം മെഡിക്കൽ കോളേജിലെ ഫീസുകൾ റെഡ്യൂസ് ചെയ്തു. ആദ്യ സമയങ്ങളിൽ 12 ലക്ഷത്തിനും 15 ലക്ഷത്തിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന മെഡിക്കൽ കോളേജ് ഇപ്പോൾ 10 lakh ബിലോ ആൻഡ് 10 lakh റേഞ്ചിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ BSc നേഴ്സിംഗ് അഡ്മിഷൻ നോക്കുന്ന ഏതെങ്കിലും കോളേജിൽ എവിടെയെങ്കിലും പോയി പഠിക്കാമെന്ന് മനസ്സിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു സുവർണ്ണ അവസരമാണ്. അവർക്ക് മെഡിക്കൽ കോളേജിൽ പഠിക്കാനും അവർക്ക് നല്ല പ്രാക്ടിക്കൽ സൗകര്യം കിട്ടാനും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് മെഡിക്കൽ കോളേജിൽ പഠിക്കാനുള്ള ധാരാളം അവസരങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാൻ ആ ഒരു കോളേജിൻ്റെ ഡീറ്റെയിൽസിനും ഫീസ് സ്ട്രക്ചർ, അവിടെ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കണേ, അഡ്മിഷൻ്റെ പ്രൊസീജിയർ എന്താണ്, എപ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നത്, അങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയാനായിട്ട് താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.